So let's do one more problem. Cash flow statement under indirect method. So the question is the balance sheet of X Limited as on 31st March 2010 and 2011 were as follows. തന്നിരിക്കുന്നത് ഫസ്റ്റ് അസറ്റ്സ് ആയിട്ട് തന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 80,000 1,20,000. ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. യു ടു പ്രിപ്പയർ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഇഫ് എനി അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് ഗിവൺ. ഓക്കെ, സെയിം വേ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5 lakh 8 lakh. അപ്പോൾ ഇവിടെയും ഒറ്റയടിക്ക് നോക്കുമ്പം പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് 3 lakh വരും. പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കണം. സ്റ്റോക്ക് 1,75,000. ഈ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ദീസ് 3 items ക്യാഷും വരും. പക്ഷേ ക്യാഷ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കറണ്ട് അസറ്റിൻ്റെ ഗണത്തിലെടുക്കാൻ പാടില്ല. അപ്പോൾ ഈ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ കറണ്ട് അസറ്റ്സ്. അപ്പോൾ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ നോക്കിയിട്ട് നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്യാം. എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്? ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആഡ് ചെയ്യുക, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ലെസ് ചെയ്യുക. ഓക്കെ, അവിടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് കുറയാണ് ചെയ്യുന്നത്. 14 ഉള്ളത് 12 ആയിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം. അതേപോലെ സ്റ്റോക്ക് 1,75,000 25,000 ഡിക്രീസ് ഉണ്ട്, അതും ആഡ് ചെയ്യാനുള്ളതാണ്. നേരെ മറിച്ച് സൺട്രി ഡെറ്റേഴ്സ് 1,40,000 1,50,000 വരുന്നത്, ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ലെസ് ചെയ്യണം വൈൽ കാൽക്കുലേറ്റിംഗ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി നമുക്ക് ലയബിലിറ്റി സൈഡ് നോക്കാം. ഷെയർ ക്യാപിറ്റൽ 5 lakh 7 lakh. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. ഇൻക്രീസ് ചെയ്തത് കൊണ്ട് നമ്മൾ എങ്ങനെയായിട്ട് എടുക്കുക? ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റലൊക്കെ ഏത് ഹെഡിലാണ് വരിക? ഓപ്പറേറ്റിങ്ങിലാണോ, ഇൻവെസ്റ്റിങ്ങിലാണോ, ഫിനാൻസിങ്ങിലാണോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസും ഇതിലെടുക്കേണ്ടത് നിങ്ങൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് നോക്കേണ്ടത്. ഓക്കെ, ദെൻ ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത് എത്രയാണെന്നറിയോ? 1,60,000. അപ്പോൾ 1,60,000 എന്ന് പറയുമ്പം പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് 60,000 വരും. ദെൻ ജനറൽ റിസർവ് 50,000 70,000 ട്രാൻസ്ഫർ ടു റിസർവ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസായി ആഡ് ചെയ്യാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് 1,63,000 2 lakh. Sundry creditors, bills payable and outstanding expenses. These 3 items are current liabilities, components of current liabilities. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇൻക്രീസ് ഇൻ കറൻറ്റ് ലയബിലിറ്റി ആഡ് ചെയ്യണം, ഡിക്രീസ് ഇൻ കറൻറ്റ് ലയബിലിറ്റി ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഏതാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? സൺട്രി ക്രെഡിറ്റേഴ്സ് 1,63,000 2 lakh ആയി ഇൻക്രീസ് ചെയ്ത് ആഡ് ചെയ്യാം. ബിൽസ് പേയബിൾ 30 ഉള്ളത് 40 ആയി ഇൻക്രീസ് ചെയ്ത് ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 7,000 5,000 ഡിക്രീസ് ചെയ്തതാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് തന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ₹50,000 ഡിപ്രീസിയേഷൻ ഹാസ് ബീൻ ചാർജ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി ഡ്യൂറിങ് ദ ഇയർ 2011. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ എന്താ ചെയ്യാറ് നമ്മൾ? ഡിപ്രീസിയേഷൻ 2 സ്ഥലത്തെടുക്കണം. ഒന്ന് നിങ്ങൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെടുക്കാം. അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണം. നെറ്റ് പീസ് ഓഫ് മെഷീനറി വാസ് സോൾഡ് ഫോർ 8,000 ഡ്യൂറിങ് ദ ഇയർ 2011. ഇറ്റ് ഹാഡ് എ കോസ്റ്റ് ഓഫ് 12,000. Depreciation 7,000 has been provided on it. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ആദ്യം മെഷീനറി വിറ്റിരിക്കുന്നത്, സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് എത്രയ്ക്കാണ്? 8,000-നാണ്. അതിൻ്റെ ശരിക്കും വരുന്ന കോസ്റ്റ് എത്രയാണ്?
12,000 തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 7,000. അതായത് നിങ്ങളെ ആ മെഷീനറി ബുക്ക് വാല്യൂ ഓഫ് ദ അസെറ്റ് സോൾഡ് ഇസ് 5,000. ഓക്കെ, അതായത് 12,000 നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? 5,000. ഈ 5,000ൻ്റെ സാധനമാണ് എത്രയ്ക്ക് വിറ്റിരിക്കുന്നത്? 8,000-ന് വിറ്റത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഗെയിൻ വരുന്നുണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 8,000 മൈനസ് 5,000 എത്ര വരും? ഒരു 3,000 വരും. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏത് വെച്ചിട്ടായിരിക്കണം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ഹെഡിങ് കൊടുക്കുക. Activities are divided into 3 categories: cash flow from operating activities, then cash flow from investing activities, and cash flow from financing activities. ഓരോന്നിൻ്റെയും അണ്ടറിൽ ഏത് വരും നോക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക്? 1,60,000 ആണ്. അപ്പം പ്രോഫിറ്റ് ഫോർ ദ ഇയർ 60,000. ഓക്കെ, ഇതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ്റെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിക്കോളാം, 50,000 ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. പിന്നെ ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചല്ലോ, 50 ഉള്ളത് 70 ആയിട്ടുണ്ട്. അപ്പം ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത് എത്ര വരും? 20,000. ഓക്കെ, വേറെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒന്നും ഇല്ല വിചാരിക്കാം. ദെൻ ലെസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പം കണ്ടു, മെഷീനറി സെയിൽ നടന്നപ്പോൾ ഒരു ഗെയിൻ ഉണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്ന ഒരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അപ്പോൾ അത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 1,30,000 വരും. മൈനസ് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി നമ്മൾ കണ്ടുപിടിച്ച് 3,000 ആണ്. അപ്പം മൈനസ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് 1,27,000. ഇനി ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ കറൻറ്റ് അസറ്റ് ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ആഡ് ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറൻറ്റ് അസറ്റ് ഏതൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? സ്റ്റോക്ക് ഇൻക്രീസസ്. സ്റ്റോക്ക് എത്രയാണ് കൂടിയിട്ടുള്ളത്? സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ഉള്ളത്, സ്റ്റോക്ക് ഡിക്രീസസ് 1 lakh ഉള്ളത് 75,000 ആയിട്ടുണ്ട്. അപ്പോൾ ഡിക്രീസ് ഇൻ സ്റ്റോക്ക് 25,000. അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 14,000 ഉള്ളത് 12,000 ആയിട്ടുണ്ട്. സോ ഡിക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒരു 2,000 വരുന്നു. ഇനി ഇൻക്രീസ് ഇൻ കറൻറ്റ് ലയബിലിറ്റിയാണ് നോക്കേണ്ടത്. ക്രെഡിറ്റേഴ്സ് ഇൻക്രീസസ്, അതായത് എത്രയാണ്? 1,63,000 നിന്ന് 2 lakh ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു 37,000 ഇൻക്രീസാണ് വന്നിരിക്കുന്നത്. അത് ആഡ് ചെയ്യണം. ബിൽസ് പേയബിൾ അതേപോലെ 30,000 40,000 ആയിട്ടുണ്ട്. സോ ഇൻക്രീസ് എന്ന് പറയുന്നത് 10,000. ഇനി ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 1,27,000 കൂടെ ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 2,01,000 കിട്ടും ടോട്ടൽ. ഇതിൽ ലെസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലെസ് ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് എന്തായിട്ടുണ്ട്? ഇൻക്രീസസ്. സോ ബ്രാക്കറ്റിൽ കൊടുക്കണം, മൈനസ് ചെയ്യാനുള്ളതായതുകൊണ്ട്. അപ്പോൾ എത്രയാണ് വരുന്നത്? നിങ്ങളെ ഡെറ്റേഴ്സ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്ന് അറിയോ? 1,40,000 നിന്ന് 1,50,000 ആയി ഇൻക്രീസ് ചെയ്തിരിക്കുക. 10,000 ഇൻക്രീസ്. അത് മാത്രമേ കറൻറ്റ് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലെസ് ചെയ്യേണ്ടത് ഡിക്രീസ് ഇൻ കറൻറ്റ് ലയബിലിറ്റീസാണ്. അപ്പോൾ ഒരൊറ്റ ഐറ്റേ ഉള്ളൂ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 7,000 ഉള്ളത് 5,000 ആയതാണ്, കുറഞ്ഞു.
ഇപ്പോൾ 2000 ആണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനമാണ് ലെസ് ചെയ്യാൻ. 2,01,000 നിന്ന് എത്ര മൈനസ് ചെയ്യണം? 12,000 മൈനസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആൻസർ വരുന്നത് 1,89,000 വരും. ഇനി ടാക്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് ലെസ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ടാക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണോ ക്യാഷ് യൂസ്ഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. 1,89,000 ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഏതിലേക്ക് വരണം? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കാം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഏത് മാത്രമേ സെയിലും പർച്ചേസുമാണ് നോക്കേണ്ടത്, ഫിക്സഡ് അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റ്സും. അപ്പോൾ ഇവിടെ കുറേ സെയിൽ പറയുന്നുണ്ട്. സെയിൽ ഓഫ് മെഷീനറി എത്രയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് പറയുന്നു സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ? 8,000 വിറ്റിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി നിങ്ങൾ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് പർച്ചേസ് ആണോ സെയിലാണോ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ടല്ലോ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പം ഇതിൽ എഴുതുക. പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3,55,000 ആണ്. അത് നമ്മൾ എഴുതുമ്പം ബ്രാക്കറ്റിൽ കൊടുക്കണം, പർച്ചേസ് ആയതുകൊണ്ട്. അതേമാതിരി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് ആ ഡിഫറൻസ് നമുക്ക് എന്താക്കിയെടുക്കാം? പർച്ചേസ് ആക്കിയിട്ടെടുക്കാം, 40,000. Therefore, നെറ്റ് ക്യാഷ് യൂസ്ഡ് ആണോ ക്യാഷ് ഫ്ലോ ഫ്രം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഡിഫറൻസ് വരുന്നത് എത്രയാണെന്നറിയോ? 3,87,000. അപ്പോൾ നെഗറ്റീവ് ഫിഗറാണ് വരുന്നത്. സോ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് 3,87,000. ഇനി നമ്മളെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ, ഇഷ്യൂ ഓഫ് ഷെയർസ് 2 lakh. വേറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല. ഇപ്പം നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 2 lakh തന്നെയാണ്. ഇനി ഗെറ്റ് ദ ടോട്ടൽ ഓഫ് ഓൾ ദ 3 ആക്ടിവിറ്റീസ്. അപ്പം ഫസ്റ്റ് വരുന്നു 1,89,000, പിന്നെ 3,87,000, പിന്നെ വന്നിട്ടുള്ളത് 2 lakh. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ചെയ്ത് നോക്കണേ. ഒരു രണ്ടെണ്ണം പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ 3,89,000 മൈനസ് 3,87,000, 2,000 പോസിറ്റീവ് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് 2,000. പോസിറ്റീവ് ആൻസർ ആയതുകൊണ്ട് അങ്ങനെ എഴുതാം. ഓക്കെ. ഇനി ആഡ് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. നിങ്ങളെ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എത്രയാണെന്നുള്ളത് 16,000 ആണ് ഓപ്പണിംഗ് ക്യാഷ് വന്നത്, ക്ലോസിങ് 18,000. ഓക്കെ. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്താക്കണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാഷ് എത്രയാണ് വന്നിരിക്കുന്നത്? 16,000. ഓക്കെ. സോ യുവർ ആൻസർ ഇസ് 18,000. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്ലോസിങ് ക്യാഷ് 18,000 തന്നെയാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആൻസർ കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. താങ്ക് യു.